ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോഴത്തേക്കും എത്രത്തോളം കുറച്ചിട്ടുണ്ട്? കാരണം സത്യം പറയാലോ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും എത്രത്തോളം നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും അല്ലേ? നമ്മുടെ ഇന്റീരിയറിനകത്താണ് ഇതിനകത്ത് ഏറ്റവും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതായത് 15 സെൻറ്റ് പ്ലോട്ടിനകത്തുള്ളൊരു വീടാണ്. പ്രത്യേകിച്ചും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും ഒരു നാട്ടിൻ പ്രദേശമാണ്. ഇത് വെട്ടിയാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് 1600 സ്ക്വയർ ഫീറ്റാണ് ടോട്ടലി നമ്മൾ 2 ബെഡ്റൂമുകളോട്. മിനിമലിസ്റ്റിക് സ്റ്റൈലിലാണ് നമ്മൾ ഈ വീട് ഫുള്ളി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫർണിച്ചേഴ്സ് ഇവിടുത്തെ എല്ലാം നമ്മൾ മെറ്റൽ വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. GI എലമെൻറ്റ്സ് കൂടുതലായിട്ടുണ്ട്. കൃത്യമായിട്ട് ഒരു സ്പേസ് പ്ലാനിങ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ സീലിംഗ് യൂസ് ചെയ്തിട്ടില്ല, അതായത് ഫോൾ സീലിംഗ് ഇല്ല. മേളിൽ നമ്മൾ ആ കാണുന്നത് തടിയാണ് മഹാഗണി വെച്ചിട്ട് കവർ ചെയ്തേക്കുക. സാധാരണ വീടുകൾക്ക് ലിവിംഗിൽ ഒരു ടൈൽ പാറ്റേൺസ്, ബെഡ്റൂമിലൊരു പാറ്റേൺസ്, ഞങ്ങളിവിടെ ഒറ്റ ടൈൽ പാറ്റേൺസ് ആണ് ഫോളോ ചെയ്തത്. ഈ വീട്ടിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്, എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് അല്ലേ? ഉള്ളത് സാധനം വെച്ച് തന്നെ എങ്ങനെ ഇത് ചെയ്യുക. അതുകൊണ്ടാണ് ഈ വാൾ ടൈലും അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. സാധാരണ വാൾ ടൈൽ വേറെ, ഫ്ലോർ ടൈൽ വേറെ എന്ന് ചിന്തിക്കാതെ നമ്മൾ ഫ്ലോർ ടൈൽ തന്നെ കട്ട് ചെയ്ത് വാളിൽ കൊടുത്തിരിക്കും. ഏകദേശം ഒരു ചെലവെന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വീടാണ്. അത് നമുക്ക് സമ്മാനിച്ച അല്ലെങ്കിൽ നമ്മുടെ ഈ വീടിൻ്റെ ഒരു ആർക്കിടെക്റ്റാണ് നമ്മൾ ഉണ്ണിച്ചേട്ടൻ. ചേട്ടാ, ഈ വീടിനെ പറ്റി നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. 15 സെൻറ്റ് പ്ലോട്ടിനകത്തുള്ളൊരു വീടാണ്. പ്രത്യേകിച്ചും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും ഒരു നാട്ടിൻ പ്രദേശമാണ്. ഇത് വെട്ടിയാർ എന്ന് പറയുന്ന സ്ഥലത്താണ്, ആലപ്പുഴ ജില്ലയാണ്. ഒരു ബോക്സ് പാറ്റേണിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു നോർമൽ സിറ്റ് ഔട്ടിനെക്കാട്ടിലും കുറച്ച് വൈഡ്നെസ് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അതിൻ്റെ സ്റ്റെപ്പ് വൈഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫുള്ളി ഒരു ലാൻഡ്സ്കേപ്പ് ഏരിയ. ഇത് പേൽ ഗ്രാസ് ആണ് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുള്ളത്. അതിനിടയ്ക്ക് നമ്മൾ സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ വീടിൻ്റെ ലിവിങ് ഏരിയ കാണാവുന്നതാണ്. ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ഇതിൻ്റെ കോർട്ട്യാർഡാണ്. സാധാരണ വീട്ടിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാക്കുന്നത് ഞങ്ങളിത് ഇതിൻ്റെ സ്റ്റൈലെന്ന് പറഞ്ഞാൽ മിനിമലിസ്റ്റിക് സ്റ്റൈലിലാണ് നമ്മൾ ഈ വീട് ഫുള്ളി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്ന റൂം സൈസ് എന്ന് പറയുന്നത് 360, ഇതിൻ്റെ ഹൈറ്റും 360 ആണ് ഇതിൻ്റെ ഒരു വോളിയം എന്ന് പറയുക. സാധാരണ വീടിനെക്കാട്ടിലും സാധാരണ ഒരു വിൻഡോ വരേണ്ട സ്ഥലത്ത് നമ്മൾ കോർട്ട് മാറ്റിയേക്കാണ്. ഇത് ലിവിങ് പ്ലാന്റ് ആണ്, ബാംബു ആണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ എയർ ഫ്ലോ പ്രോപ്പറായിട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഡോറ് അപ്പുറത്തെ ഡൈനിങ്ങിൻ്റെ പേശിയുടെ ആ ഡോറിങ്ങനെ തുറന്ന് വെക്കുമ്പോഴത്തേന് ഇപ്പോൾ തന്നെ എൻ്റെ കാറ്റുണ്ട്. ശരിക്കും ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴും ആ കാറ്റ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ശരിക്കും ഭയങ്കര എന്താ പറയുക, നമുക്ക് ഒരു വീടിനുള്ളിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ശരിക്കും ഭയങ്കര അത്ഭുതമാണ്, വാവ് ഫാക്റ്റ് ആണെന്ന് പറയാം ഇവിടെ. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ ലിവിങ് ഏരിയയിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഫർണിച്ചേഴ്സൊക്കെ ഭയങ്കര, ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ആദ്യം നമ്മൾ ഈ ഫർണിച്ചേഴ്സ് ഇവിടുത്തെ എല്ലാം നമ്മൾ മെറ്റൽ വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് കോസ്റ്റ് ഒരു ഫാക്ടറാണ്. അപ്പം നമ്മൾ എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായി ചിന്തിക്കുക എന്നുള്ളത് നോക്കുമ്പോൾ നമ്മൾ GI എലമെൻറ്റ്സ് കൂടുതലായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു സ്കൾട്ടൺ GI ആണ്. എന്നിട്ട് അത് പ്ലൈവുഡ് വെച്ചിട്ട് മാസ്ക് ചെയ്തേക്കുക. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളൊരു സോഫ ആണെങ്കിൽ ഒരു 1 ലക്ഷം രൂപയാണെങ്കിൽ ഇതൊരു പകുതി കോസ്റ്റായിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അത് പലയിടത്തും ഉണ്ട്. ഇപ്പം ഡൈനിങ് ടേബിളിലുണ്ട്, ബെഡ്റൂമുകളിലുണ്ട്, അതെല്ലാം നമുക്ക് പുറകെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും നമ്മൾ ഇൻറ്റീരിയർ കോസ്റ്റ് നന്നായി ഇത് കുറച്ചിട്ടുണ്ട്. നോർമൽ വീടിനെക്കാട്ടിലും ഇൻറ്റീരിയർ കോസ്റ്റ് നന്നായി കുറയ്ക്കാൻ നമുക്ക് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി വരുമ്പോൾ നമുക്ക് ആദ്യം ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് പോയാലോ? എനിക്ക് തോന്നുന്നു ഇതിലും കുറച്ച് കഥകളൊക്കെ പറയാൻ എന്തായാലും ഉണ്ണിച്ചേട്ടൻ ഉണ്ടായിരിക്കും. കാരണം ചെയ്യുന്നതെല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡൈനിങ് ടേബിൾ ശരിക്കും കഥ എന്ന് പറയുന്നത് മെറ്റലാണ്. അതായത് ഇതിൻ്റെ ഫ്രെയിം മെറ്റലാണ്, GI ട്യൂബിലാണ് ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ബഡ്ജറ്റ് കുറയ്ക്കുന്നതിൻ്റെ പാർട്ടിൽ ഇതിൻ്റെ ഒരു ഡിസൈൻ എലമെൻറ്റ്സ് നമ്മൾ മെറ്റലിലാക്കിക്കൊണ്ട് തടി ഉണ്ടായിരുന്നു, തടി വെച്ചിട്ട് നമ്മൾ നോർമലിയുള്ള സീറ്റിംഗ് കൊടുത്തേക്കാണ്. ശരിക്കും ഇതെല്ലാം സ്പേസുകളിലാണ് ശരിക്കും ഈ വീടിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫൈ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എല്ലാം മിനിമലിസ്റ്റിക് സാധനങ്ങളേ ഉള്ളൂ. അഡീഷണൽ ഒരു ഫർണിച്ചർ ഈ വീട്ടിൽ കയറ്റാൻ പറ്റില്ല. നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്ന അല്ലാതെ ഒരു സാധനം പോലും അഡീഷണൽ ആയിട്ട് ഇടാനുള്ള സ്പേസുകളില്ല. അപ്പം കൃത്യമായിട്ട് ഒരു സ്പേസ് പ്ലാനിങ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സ്ലൈഡിങ് ഡോറുണ്ട്. ശരിക്കും ഒരു കട്ടനും പ്രത്യേകതയുണ്ട്. നോർമലി നമ്മളെല്ലാം കാണുന്ന കട്ടനല്ല അത്. ശരിക്കും ഇത് ഷിയർ കട്ടൻസ് എന്ന് പറയും. അതായത് നമ്മൾ പ്രൈവസി ഇല്ലാത്ത ഏരിയയിൽ വെളിയിൽ നിന്നുള്ള വെട്ടം കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കോമൺ ഏരിയയിലുള്ളപ്പോൾ ഇത് ഇപ്പം കറണ്ട് ഇല്ലെങ്കിൽ പോലും കട്ടൻ വിട്ടാലും വെട്ടം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഷിയർ കട്ടൻസ് ഇങ്ങനെ കോമൺ ഏരിയ കൊടുക്കാറുണ്ട്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. എല്ലാം വെൽ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളിൽ ഓരോ അല്ലേ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു തുറന്നിട്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങാം. ഒരു വൈകുന്നേരമൊക്കെ അല്ലേ? ശരിക്കും ഇത് ഞങ്ങൾക്ക് കവർ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഇതിപ്പം നമ്മൾ ഓപ്പൺ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. നമുക്ക് കവർ ചെയ്യാന്ന് പറയുന്നത്
പലതരത്തിൽ വേണമെങ്കിൽ ഇതിനെ വേണമെങ്കിൽ ഒരു മെറ്റൽ ട്യൂബ് കൊണ്ട് ഫുള്ളി നമുക്ക് കവർ ചെയ്യാം. ഞങ്ങളുടെ ഉദ്ദേശം ഇതിനെ ഒരു ഗ്രീൻ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരിക, അതായത് നമ്മുടെ പടർന്ന് കയറുന്ന കുറച്ച് പ്ലാന്റുകൾ വെച്ചിട്ട് കവർ ചെയ്യുക എന്നാണ് ഉദ്ദേശം. ചേട്ടാ, ഇവിടെ 2 ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനെങ്കിലും മാസ്റ്റർ ബെഡ്റൂം ആണ് ഇതെന്ന് പറയാം. ഇതിലിപ്പോൾ പറയാനാണെങ്കിൽ ശരിക്കും കയറി വരുമ്പോൾ തന്നെ ഒരു ഏരിയ ഉണ്ട്, ഒരു ഡ്രസ്സിങ് ഏരിയ പോലെയുള്ള ഒരു സ്പേസ് ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ടോയ്ലറ്റിൻ്റെ ഡോർ ഉള്ളത്. വലിയ രീതിയിലുള്ളൊരു സ്റ്റഡി ഒരു ഏരിയ ഉണ്ട്, അതായത് വർക്ക് ചെയ്യാനുള്ളത്. പ്രത്യേകിച്ചും ക്ലയൻറ്റ് ടക്കീസാണ്, അതുകൊണ്ട് 2 പേർക്കും വർക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു സ്റ്റഡി സ്പേസ്, വർക്ക് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതൊരു മെറ്റലാണ്, ശരിക്കും ഇത് നിർത്തിയിരിക്കുന്ന എല്ലാം മെറ്റലാണ്. ഇവിടെ ഒരു നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ശരിക്കും ഇതൊരു വലിയ ഗ്ലാസും അതിൻ്റെ സൈഡിൽ വിൻഡോസും കൂടെ ഉള്ളത്. ശരിക്കും തുറന്നാൽ തന്നെ വെളിയിലെ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത്. ഇത് ടഫൻ ഗ്ലാസ് ആണ്. ഇപ്പുറത്തെ 2 സൈഡിലെ വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം പൂർണ്ണമായിട്ടും ഇത് ഒരു തുറന്നു വെച്ചിരിക്കുന്ന ഒരു ഇത് തന്നെയാണ്. തുറന്ന നല്ലൊരു വെളിയിലത്തെ എല്ലാം നമുക്ക് കാണാം. ഈ ഒരു വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരിക്കും? ഇത് 1600 സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടലി നമ്മളുള്ളത്, 2 ബെഡ്റൂമോടുകൂടി. ശരിക്കും ഇതിനൊരു നമ്മളിവിടെ സീലിംഗ് യൂസ് ചെയ്തിട്ടില്ല, അതായത് ഫോൾ സീലിംഗ് ഇല്ല. ഫോൾ സീലിംഗിന് പകരമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റൂഫ് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ലേഔട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇലക്ട്രിക്കൽ ലേഔട്ട്. അപ്പോൾ അതിനനുസരിച്ച് സർഫസ് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മറ്റേ ഒരുപാട് വലിയ ഡെക്കറേറ്റീവ് ലൈറ്റുകളോ ഒന്നുമില്ല. ആകെ കാണുന്ന ഈ 4 ലൈറ്റ്സ്, അഡീഷണൽ ആയിട്ട് വരുന്ന ഈ പെൽബെറ്റ് ലൈറ്റ്, പിന്നെ 2 പെൻഡൻ ലൈറ്റ്, ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ആംബിയൻ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലൈറ്റ്സുകൾ മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം പ്ലെയിൻ ആയിട്ടുള്ള സീലിംഗ് മാത്രമേ ഉള്ളൂ. സാധാരണ വീടുകളിൽ ചെല്ലുമ്പോൾ കുറേ തട്ടുകളൊക്കെ ഉണ്ട്, പക്ഷേ ഈ വീട്ടിൽ അത് കൊടുത്തിട്ടില്ല. ചില ക്ലയൻസിന് തട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട്, പക്ഷെ നമ്മളിവിടെ പ്യുവറായിട്ടും വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റെയറിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തതാണ്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും സത്യം പറ, ഇത് മെറ്റലാണോ അതോ വുഡാണോ രണ്ടും കൂടെ കോമ്പിനേഷൻ ആണ്. അതെ, ഇത് ഇതിൻ്റെ ഫ്രെയിം വർക്ക് എപ്പോഴും മെറ്റലാണ് ചെയ്തിരിക്കുന്നത്. മേളിൽ നമ്മൾ ആ കാണുന്നത് തടിയാണ്, മഹാഗണി വെച്ചിട്ട് കവർ ചെയ്തേക്കുക. ശരിക്കും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു MS ഫ്ലാറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ കാണുന്നത് മെറ്റൻ്റെ ഫ്ലാറ്റാണ്, പട്ട എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലാണ് തടി വെച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിലും GI ട്യൂബുകളാണ്. അപ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ് കുറയും. അതായത് നമ്മളൊരു MS-നൊക്കെ സ്റ്റീലിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ കോസ്റ്റ് കൂടുതൽ. അതിൻ്റെ ആവശ്യകതയില്ല. നമ്മൾ ഇവിടെ മൊത്തത്തിൽ GI ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ എലമെൻറ്റ് തന്നെ കണ്ടിന്യൂസ്ലി നമ്മൾ കൊടുത്തിരിക്കുകയാണ്. റെഡിഷ് കളർ ആ തടിയുടെ കളർ തന്നെയാണ്. പിന്നെ അടിയിൽ കുറച്ച് ബുക്സ്. ഇനി ഈ വ്യൂവേഴ്സ് പറയുമായിരിക്കും ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോഴത്തേക്കും എത്രത്തോളം കുറച്ചിട്ടുണ്ട്. കാരണം സത്യം പറയാം, ഇവിടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും എത്രത്തോളം നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും അല്ലേ? അതിനകത്ത് കുറയ്ക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇൻറ്റീരിയറിനകത്താണ് കൂടുതലും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു വീടിൻ്റെ കോസ്റ്റിനകത്ത് ഇൻറ്റീരിയറിൽ നമ്മൾ എങ്ങനെയാണോ കുറയ്ക്കാൻ പറ്റുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. മെറ്റൽ എലമെൻറ്റ്സ് കൂട്ടിക്കൊണ്ട് ഒരു നമ്മളൊരു കട്ടിൽ തന്നെ നോക്കുവാണെങ്കിൽ അത് ഫുൾ കവർ ചെയ്തെടുക്കുന്ന ഒരു കോസ്റ്റും, അതിൻ്റെ ഫ്രെയിം വർക്ക് ചെയ്തിട്ട് ആ ഫ്രെയിം വർക്കിനെ മാസ്ക് ചെയ്യാൻ ഉപയോഗിച്ച തടി മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് ക്യാച്ച് ചെയ്യില്ല. അപ്പം അങ്ങനെയാണ് ഈ കോസ്റ്റ് കുറയ്ക്കുന്നത്. ഈ വീടിൻ്റെ കുറച്ച് ഭംഗി എന്ന് പറയുന്നത് ഇവിടുത്തെ പ്ലാന്റ്സ് എന്ന് തന്നെ പറയാം. ഒരു നമ്മൾ കോർട്ട്യാർഡ്സ് ആണിത്. ഈ കോർട്ട്യാർഡ് ശരിക്കും ഇത് പ്ലാസ്റ്റിക് അല്ല, ഒറിജിനൽ തന്നെയാണ്. കാണുമ്പോൾ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നത് ഒറിജിനൽ തന്നെയാണ്. ശരിക്കും നമ്മുടെ ഉദ്ദേശം ഇത് കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ നമ്മുടെ ഫ്ലോർ ലെവൽ തന്നെയാണ്. ഇത് നമുക്ക് ഇവിടെ ഇരിക്കുകയും ചെയ്യും. അതായത് നമുക്കിപ്പോൾ ഡൈനിങ്ങിൽ നിന്ന് കഴിച്ചുകൊണ്ടിരുന്നാലും നമുക്ക് ഇവിടെ ഇരിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരടുത്ത റൂമിലേക്ക് ഒന്ന് പോയാലോ അല്ലേ? ഇതിനോട് തൊട്ട് ചേർന്നൊരു റൂമും കൂടി ഉണ്ട്. ഓൾറെഡി ഈ വീട്ടിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. നമ്മൾ ആദ്യം മാസ്റ്റർ ബെഡ്റൂം കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം. ശരിക്കും ഇവിടെ 2 ബെഡൊക്കെ അല്ലേ? അതെ, ഇവിടെ പേരൻസിന് വേണ്ടിയിട്ടുള്ള റൂമാണ്. ഇവിടെ 2 ബെഡ്റൂം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞത് ഇതും മെറ്റലാണ്. ശരിക്കും നമുക്ക് ആ മെറ്റൽ കാണാൻ പറ്റും ഇതിനകത്ത്. ഇവിടെ ഒരു ബെഡ് സൈഡ് ടേബിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴത്തെ കുറച്ച് തന്നെ ഒരു നല്ലൊരു സ്പേസ് ഇരിക്കാനും വർത്താനം പറയാനും ഇത് എല്ലായിടത്തും ഉണ്ട്. നമ്മൾ 2 ബെഡ്റൂമിൽ ഇങ്ങനെയുള്ള സീറ്റിംഗ് ശരിക്കും ഉണ്ട്. പിന്നെ ഈ റൂമിൽ 2 ബെഡ്റൂം അതും ഭയങ്കര നമുക്ക് കൺജസ്റ്റ് ആവാത്ത രീതിയിൽ അല്ലേ പേരൻസിന് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ ശരിക്കും ഇത് ആദ്യമേ ഇത് ഒരു ബെഡായിട്ടാണ് പ്ലാൻ ചെയ്തത്. ഫൈനൽ സ്റ്റേജിലായപ്പോൾ പറഞ്ഞു 2 ബെഡായിട്ട് വേണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇത് ഒരുമിച്ച് ഇങ്ങനെ ഇടാം. ഇൻ കേസ് ഇത് മാറ്റിയാൽ നമുക്ക് ഇതിനകത്തോട് ഒരുമിച്ച് ചേർക്കാം. ഈ സൈഡ് ടേബിൾ എടുത്ത് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇത് ഒരുമിച്ച് ചേർക്കുകയും ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ 2ആയിട്ട് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ. ഇനി നമുക്ക് എല്ലാം ലെഫ്റ്റ് സൈഡിലാണ് ഒരു കോമൺ വാഷ്റൂം. അതെ, ശരിക്കും നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. അതായത് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ആണ്.
ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. അപ്പോൾ ഈ ഡോർ വഴി ഇങ്ങോട്ട് ആക്സസും ചെയ്യാം, എന്നാൽ നമുക്കൊരു പ്രൈവസി കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു വാഷും മൊറോക്കൻ സീരീസ് സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഗ്ലാസ് ഉണ്ട്, പിന്നെ ഒരു ടോയ്ലറ്റും ഉണ്ട്. ശരിക്കും പൗഡർ റൂം അല്ല, ശരിക്കും നമുക്ക് ഇവിടുത്തെ യൂസ് ചെയ്യുന്ന ഇത് തന്നെയാണ്, ഒരു വാഷ് യൂണിറ്റിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡോറുകൾ FRP ഡോസാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം ശരിക്കും ഭയങ്കര അടുക്കി അല്ലെങ്കിൽ നല്ല വൃത്തി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭയങ്കര നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സിംപ്ലിസിറ്റി കീപ്പ് ചെയ്യാറുണ്ട് ഈ എല്ലാ വീടിനും. അത് ഓരോരുത്തരും പറഞ്ഞില്ലേ, അപ്പം നമ്മുടെ ക്ലയൻറ്റിൻ്റെ ആഗ്രഹങ്ങളാണ്, എന്താണ് അവരുടെ ടേസ്റ്റും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ക്ലയൻറ്റിനെ മനസ്സിലാക്കി നമ്മൾ ചെയ്യുമ്പോൾ അവരുടെ ടേസ്റ്റ് ഇപ്പം മറ്റൊരു ക്ലയൻറ്റിന് ഇതുപോലെ ആവണമെന്നില്ല. അപ്പോൾ ഏതാണോ വരുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഡിസൈൻ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഒരു പ്ലാനിങ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടെന്ന് പറയുന്ന കാര്യം. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, വീട്ടിൽ അടുക്കള എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പം നമുക്കിനി അങ്ങോട്ട് പോയാലോ? അവിടെ എന്തെങ്കിലും നോർമലായിട്ട് തന്നെ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, മിനിമം സ്പേസുകളിൽ നന്നായി ചെയ്യാന്നുള്ളതാണ്. ആണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ കിച്ചൺ ഉണ്ടായിരിക്കും. ഓപ്പൺ കിച്ചൺ ആണെങ്കിൽ പോലും ഒരു വൈഡായിട്ടുള്ള ഓപ്പണിംഗ് ഇല്ല. മിനിമം ഒരു ഡോറിനെക്കാട്ടിൽ കുറച്ചുകൂടെ വലിപ്പം കൂട്ടി ചെയ്തേക്കുക. ഒരു ഡോറില്ലെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഈ ഡോർ വെക്കണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നോ? ആദ്യമേ ഡോറ് വേണ്ടായിരുന്നു. പിന്നീട് ക്ലയൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു നമുക്കൊരു വേണ്ട, അത് കുറച്ചുകൂടെ വലിപ്പം കൂട്ടാൻ പറ്റുമോ അത്രത്തോളം വലിപ്പം കൂട്ടിയിട്ട് ഓപ്പണിംഗ് ഉണ്ടാക്കാന്നുള്ളത്. എല്ലാം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ഒരു ഐഡിയാസിലാണ് ശരിക്കും ഇതിൻ്റെ പറഞ്ഞില്ല. ഇപ്പം ഫ്ലോറിംഗ് നോക്കിയാലും കണ്ടിന്യൂസ്ലി ഈ ഒരേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്തിരിക്കുന്നത് ആണ്. ശരിക്കും കിച്ചണാണെങ്കിൽ പോലും ആ ഒരു ഇതിലിപ്പോൾ നമുക്ക് ഇപ്പോൾ എടുത്തു പറയാനാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ നോർമലി സാധാരണ വീടുകൾക്ക് ഇപ്പം ലിവിങ്ങിലൊരു ടൈൽ പാറ്റേൺസ്, ബെഡ്റൂമിലൊരു പാറ്റേൺസ്, ഞങ്ങളിവിടെ ഒറ്റ ടൈൽ പാറ്റേൺസാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പം ലിവിങ്ങിൽ കണ്ട പാറ്റേൺ തന്നെ ഉള്ളൂ. അത് തന്നെയാണ് വാളിലും കൊടുത്തിരിക്കുന്നത്. വാളിൽ ഇത് തന്നെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടേക്കാണ് ഈ കാണുന്നത്. അപ്പം വലിയ കോംപ്ലിക്കേറ്റ് ചെയ്താൽ അത് എന്താണ് ഭയങ്കര ഇവിടെ ഈ വീട്ടിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് അല്ലേ? ഭയങ്കര എന്താണ് ഭയങ്കര സാധാരണ വീടിൻ്റെ റെഗുലറായിട്ട് കാണുന്നതിന് പകരം നമുക്ക് ഉള്ളത് സാധനം വെച്ച് തന്നെ എങ്ങനെ ഇത് ചെയ്യുക. അതുകൊണ്ടാണ് ഈ വാൾ ടൈലും അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. സാധാരണ വാൾ ടൈൽ വേറെ ഫ്ലോർ ടൈൽ വേറെ എന്ന് ചിന്തിക്കാതെ നമ്മൾ ഫ്ലോർ ടൈൽ തന്നെ കട്ട് ചെയ്ത് വാളിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയും ചെയ്യാമെന്നുള്ളൊരു ഐഡിയ അതിന് ജനറേറ്റ് ചെയ്തെന്ന് വേണം. ഈ ഡിസൈൻ്റെ പാർട്ടുകൾ അതല്ല, അതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മളത് ഡിസൈൻ്റെ ഒരു എലമെൻ്റായിട്ട് തന്നെ കൊണ്ടുവന്ന് ചെയ്യുന്നത്. ഒരു സിംഗിൾ കിച്ചൺ ആയിട്ടാണ് ഇവിടെ ഒരു കിച്ചൺ. ഇത് ചെറിയ കിച്ചണാണ്, പിന്നെ ഒരു വർക്കിംഗ് കിച്ചണും ഉണ്ട്. അത് ഏകദേശം ഒരു ചെലവെന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഇതൊരു 45 ലക്ഷം രൂപയ്ക്കാണ് ഇൻക്ലൂഡിങ് നമ്മൾ ഇന്റീരിയർ അടക്കം തീർത്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഭയങ്കര എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റി എന്ന് പറയുന്നതിലും ഒരു വലിയൊരു സന്തോഷമാണ്. കാരണം എല്ലാവരും ഭയങ്കര കൺസേൺ ആയിരിക്കും എങ്ങനെ നമുക്ക് വെക്കാൻ പറ്റും വീട് എന്നുള്ള കാര്യത്തിൽ. സാധാരണക്കാർക്ക് ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന് തന്നെ പറയാം. അപ്പോൾ എന്താ പറയാനുള്ളത്? ഇത് പറഞ്ഞില്ലേ, നമ്മൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഏറ്റവും വൃത്തിയായി ചെയ്യുക എന്നുള്ളതാണ്, ക്ലയൻറ്റിൻ്റെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് ഏറ്റവും നല്ല ഡിസൈൻ കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതെ, അതിന് സന്തോഷമുണ്ട്. അതെ, അതിന് സന്തോഷം. ശരിക്കും ഈ വീടുകളിൽ കയറുമ്പോൾ ഭയങ്കര പോസിറ്റീവാണ്. അതുപോലെ ഇനിയും ഒത്തിരി വീടുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഒത്തിരി വിശേഷങ്ങളും പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ആൻഡ് ഡു സബ്സ്ക്രൈബ്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.